ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്യം രണ്ടാഴ്ച മുമ്പ് നമ്മൾ അന്വേഷിച്ചിട്ട് കാണാതിരുന്നൊരു വാക്യമുണ്ട്. 1 രാജ 21-ന്റെ 20-25 വാക്യങ്ങളാണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 1 രാജ 21-ന്റെ 20-25 ആണ്. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആഹാബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ തന്നെ വിറ്റ് കളഞ്ഞത് കൊണ്ട്. ആഹാബിനോട് ദൈവം സംസാരിച്ചൊരു വചനമായിരുന്നു. നമ്മൾ അന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ കണ്ടെത്തിയെങ്കിലും നമ്മൾ ഒന്നിച്ചു കൂടിയപ്പം അത് ഓർത്തില്ല നിങ്ങളോട് പറയാൻ ആ വാക്യങ്ങൾ. 1 രാജ 21, 20-25 വാക്യങ്ങളായിരുന്നു അത്. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നതിനോടുള്ള ബന്ധത്തിലാണ് നമ്മളത് വായിച്ചത്. ഇത് നമ്മൾ റോമാലേഖനം 7-ാം അധ്യായം ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ 3 വിവാഹങ്ങളോട് ഉപമിച്ചാണ് ഈ കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ പഴയ മനുഷ്യനോടുള്ള നമ്മുടെ വിവാഹ ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ വാക്യം നമ്മൾ വായിച്ച 6-ന്റെ 6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നിന്ന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മൾ ആ പഴയ മനുഷ്യനുമായുള്ള വിവാഹ ബന്ധത്തിലായിരുന്നപ്പം നമ്മൾ സകലവിധ പാപത്തിനും അടിമകളായിരുന്നു. അന്ന് നീതിയെ സംബന്ധിച്ച് നമ്മൾ ഒഴിവുള്ളവരായിരുന്നു. നമ്മൾ ജഡത്തിനും മനസ്സിനും വികാരത്തിനും അനുസരിച്ച് ജീവിച്ച് ദൈവത്തിന് ശത്രുവായി ജീവിച്ചിടത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനനത്തിലൂടെ കർത്താവിലേക്ക് വരുന്നത്. ഇങ്ങനെ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. 7-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. 6-ന്റെ 7 തുടർന്ന് 7-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്, മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതവണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. നമ്മുടെ പഴയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മൾ മരിച്ചു. അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ വരിക്കേണ്ടതിന് പകരം നമ്മുടെ ന്യായപ്രമാണത്തെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ രണ്ടും ഒരുപോലെ തോന്നും. അങ്ങനെ നമുക്ക് പറ്റുന്നൊരു അബദ്ധം, നമ്മൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചതിന് ശേഷം ന്യായപ്രമാണത്തെ നമ്മുടെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു. ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ന്യായപ്രമാണം ഒരിക്കലും നമ്മളോട് പാപം ചെയ്യാൻ പറയത്തില്ല, പാപം ചെയ്യരുതെന്നേ പറയത്തുള്ളൂ. ന്യായപ്രമാണം പാപത്തിനെതിരാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, ക്രിസ്തുവിനെ വിവാഹം കഴിക്കേണ്ടതിന് പകരം നമ്മൾ ന്യായപ്രമാണത്തെ വിവാഹം കഴിക്കുന്നു. പക്ഷെ നമുക്ക് ഈ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ നമ്മൾ അശക്തരാണ്. നമ്മളെ കൊണ്ട് അസാധ്യമായൊരു കാര്യമാണ്. തുടർന്ന് ഈ ന്യായപ്രമാണത്തിന്റെ തലത്തിലുള്ള നമ്മുടെ ജീവിതം നമ്മളെ മൂകരും മ്ലാനവതരും അസ്വസ്ഥരും ഒക്കെ ആക്കി തീർക്കും. നമ്മൾ ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നിടത്ത് നമുക്കൊരിക്കലും ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. കാരണം ആ ന്യായപ്രമാണത്തെ അതുപോലെ ആചരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല, അസാധ്യമായൊരു കാര്യമാണ്. അപ്പൊ പരീക്ഷന്മാരോടുള്ള ബന്ധത്തിൽ സാഗ്രർ പറഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നീണ്ട മുഖമുള്ളവരായിരുന്നു അവര് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം അനുഭവിക്കാത്തൊരു കൂട്ടരായിരുന്നു അവര്. പക്ഷെ അവര് നടിച്ചുകൊണ്ടിരുന്നത് തങ്ങളുടെ ന്യായപ്രമാണമെല്ലാം അനുസരിക്കുന്ന നീതിമാന്മാരാണെന്ന്. പക്ഷെ ന്യായപ്രമാണം അനുസരിക്കാൻ യഥാർത്ഥത്തിൽ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം.
അങ്ങനെ ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിന്റെ കീഴിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സന്തോഷം അനുഭവിക്കത്തില്ല. ന്യായപ്രമാണം എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു തലത്തിലായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു നീതിയുടെ നിലവാരത്തിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു അപബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതിന്റെ അനന്തരഫലമായി നമ്മുടെ ജീവിതം ദുരിതപൂർണമായി തീരും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ അവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകത, ന്യായപ്രമാണം ഒരിക്കലും മരിക്കുന്നില്ല. അത് എന്നേക്കും സ്ഥിരമായൊരു കാര്യമാണ്. അപ്പൊ അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴിതെന്ന് പറയുന്നത് നമ്മൾ മരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മരിച്ചു കഴിയുമ്പം നമ്മൾ ഈ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി. അതുകൊണ്ടാണ് ഗലാത്യർ 2:19 അവിടെ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഗലാത്യ ലേഖനം 2:19 ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അതിനെക്കുറിച്ച് റോമർ 7 ഇങ്ങനെ എഴുതിയിരിക്കുന്ന 7:4 ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ റോമർ 7:4 വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തവനായ വേറൊരുത്തനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അങ്ങനെ പുരുഷനോ സ്ത്രീയോ ഭർത്താവോ ഭാര്യയാലും ഒരാൾ മരിച്ചാൽ മറ്റേയാൾ ആ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്രരായിത്തീരും. അപ്പൊ ഈ ന്യായപ്രമാണത്തിൽ ഒരിക്കലും മരിക്കാത്തത് കൊണ്ട് ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരമായിട്ട് നാം മരിക്കുന്നു. ഏതൊരു ഒരു വ്യക്തി, ആ വിവാഹബന്ധത്തിലുള്ള ഒരു വ്യക്തി മരിച്ചാൽ മറ്റേയാൾ സ്വതന്ത്രനാകുന്നു. അങ്ങനെ ന്യായപ്രമാണം മരിക്കാത്തത് കൊണ്ട് നമ്മൾ മരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ മരിക്കുന്നത്? നാം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന്. അതിനെക്കുറിച്ച് റോമാലേഖനം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-8 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അങ്ങനെ നമ്മൾ കർത്താവിനാകേണ്ടതിന് നമ്മൾ കർത്താവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അങ്ങനെ നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി. പിന്നെയും നമ്മൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കേണ്ട ക്രിസ്തുവിനെയാണ്. നമ്മൾ ആദ്യം പഴയ മനുഷ്യനെ വിവാഹം കഴിച്ചു, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് നമ്മൾ ന്യായപ്രമാണത്തെ വിവാഹം കഴിച്ചു. ന്യായപ്രമാണം അതൊരിക്കലും ശരിയായ ഒരു ചോയ്സ് അല്ലത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം നമ്മൾ ന്യായപ്രമാണത്തിന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ വിവാഹം കഴിക്കുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സാഗ്രർ ഈ ബൈബിൾ സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണം ഉദാഹരണോടെ ബ്രദർ പറഞ്ഞത്, ന്യായപ്രമാണം കൽപ്പിക്കുന്ന ഒരു കാര്യം രാവിലെ 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്ത് എത്തിയിരിക്കണം. 8:01 ആയാൽ സമ്മതിക്കത്തില്ല. ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെല്ലാം വളരെ കർക്കശമാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ നമ്മള് ജഡത്തിലായിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ നേച്ചറ്, നമ്മൾ 8 മണിക്ക് പോയിട്ട് 10 മണിക്ക് പോലും എഴുന്നേക്കത്തില്ല. പിന്നെ എങ്ങനെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഉച്ച കഴിയും. ന്യായപ്രമാണം ഒരു തരത്തിലും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഇത് ദുർമനസാക്ഷിയിലായിരിക്കും ജീവിക്കുന്നത്. നമുക്ക് ഒരിക്കലും ന്യായപ്രമാണത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയാത്തത് കൊണ്ട്
നമ്മൾ നിരന്തരം ഒരു ഭയത്തിന്റെയും ഭീതിയുടെയും കുറ്റാരോപണത്തിന്റെ ആത്മാവിലായിരിക്കും ജീവിക്കുന്നത്. നമ്മുടെ തല എപ്പോഴും കുനിഞ്ഞിരിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ കുത്തിക്കൊണ്ടായിരിക്കുന്നത്. എനിക്ക് ആ നിലവാരത്തിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ലല്ലോ. അവിടെ നമ്മൾ കർത്താവിനെ വിവാഹം ചെയ്യുന്നിടത്ത് നമുക്കറിയാം, കർത്താവിന്റെ നിയമം ന്യായപ്രമാണത്തിന്റെ നിയമത്തെക്കാൾ ഉയർന്നതാ, ഉന്നതമായതാ. ആ നീതി കുറച്ചുകൂടി ഉയർന്നതാ. പക്ഷെ ആ നീതിയില് കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, 2 മണിയായി ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോൾ കർത്താവ് പറയുന്ന, സാരമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് ശ്രമിക്കാം. അങ്ങനെ സാവകാശം അത് 11 മണിയായി, 10 മണിയായി, 9 മണിയായി, ഒരു ദിവസം 8 മണിയാകുമ്പോൾ നമ്മളത് പൂർത്തീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരിക്കലും ഒരു കുറ്റാരോപണമില്ല. കൃപ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ന്യായപ്രമാണം നമ്മളെ സഹായിക്കത്തില്ല, കൽപ്പനകൾ പുറപ്പെടുവിക്കത്തേ ഉള്ളൂ. ഒരു വിട്ടുവീഴ്ച, ന്യായപ്രമാണം വിട്ടുവീഴ്ച ചെയ്തില്ല. അതാ നമ്മൾ വായിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണം 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കരുണ കൂടാതെ മരണശിക്ഷ വിധിക്കും. 2-3 സാക്ഷികളുണ്ട്, നമ്മൾ മരിച്ചത് ഉറപ്പാ. പക്ഷെ കൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, നമ്മളെ സഹായിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത്, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു പ്രക്രിയ. അല്ലെ? സാമ്പ്രദായം അതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുഞ്ഞിനെ അക്ഷരം എഴുതാനൊക്കെ പഠിപ്പിക്കുന്ന പോലെയാ. നമ്മുടെ നമ്മളെ അപ്പന്മാരെന്നുള്ളതിൽ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് ആ ഈ ഒക്കെ എഴുതിക്കുന്ന പോലെയാ. അങ്ങനെ കുറച്ച് നാളുകൊണ്ട് അപ്പം കൈവിട്ടാലും നമ്മൾ എഴുതാൻ തുടങ്ങും. നമ്മുടെ കൃഷി ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ കുറ്റാരോപണത്തിന്റെ ഒരു ആത്മാവ് നമ്മുടെ നേരെ ഒരിക്കലും നിൽക്കത്തില്ല. ഒരു ദുർമനസാക്ഷി നമുക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. അവിടെ ഗലാത്യരിൽ നമ്മൾ വായിച്ചൊരു കാര്യം, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന് 2:19, ഗലാത്യർ 2:19 നമ്മൾ വായിച്ചത്, ഞാൻ ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഈ മരണത്തിന്റെ ഉദ്ദേശം ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നില്ല. ജീവിക്കുന്നെങ്കിൽ കർത്താവിന്, മരിക്കുന്നെങ്കിലും കർത്താവിന്. നമ്മൾ ഈ കൃപയുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്നിടത്ത് റോമർ 8 നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നോ കണ്ടംനേഷൻ. പക്ഷെ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ ജീവിക്കുമ്പോൾ നിരന്തരമായ ഒരു കണ്ടംനേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണം, ഭാര്യയോടൊന്ന് കോപിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തല നേരെ നിൽക്കത്തില്ല. ഒരു കണ്ടംനേഷൻ ഉണ്ട് നമ്മുടെ മേലെ ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ. നമ്മൾ ആകെപ്പാട് ദുർമനസാക്ഷിയുള്ളവരായി തീരുന്നു, നമ്മുടെ ധൈര്യം ക്ഷയിക്കുന്നു. അല്ല, നമ്മൾ പിന്നീട് വീട്ടിലൊക്കെ എങ്ങനെയാ നടക്കുന്നത്? പാത്തും പതുങ്ങി നടക്കും. ഭാര്യയുടെ മുഖത്തോട് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതേസമയം നമ്മൾ കൃപയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് അങ്ങനെ ഒരു കുറ്റാരോപണത്തിന്റെ ആത്മാവ് നമ്മളിലില്ല. അത് വളരെ നമുക്കറിയാം. ഈ പുതിയ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആത്മാവിൽ ജീവിക്കുമ്പം നമ്മുടെ ഭക്ഷണം ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ നമ്മൾ വീണാൽ പോലും ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നീ വന്നാൻ 1:7-8 വാക്യങ്ങളിൽ നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്ന നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, അപ്പൊ നമ്മൾ വീണാൽ പോലും നമുക്ക് ചാടി എഴുന്നേറ്റിട്ട് പിന്നെ മുന്നോട്ട് നടക്കാൻ പറ്റും. അവിടെ പിന്നെ ഒരു കുറ്റാരോപണത്തിന് സമയമില്ല. അതേസമയം ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് നോർമൽ ആകണേ ചിലപ്പോൾ ദിവസങ്ങളും ആഴ്ചകളൊക്കെ പിടിക്കും. ഒരു ക്ലാഷിന്റെ ആ വേദനയും വിഷമവും ബുദ്ധിമുട്ടും മനസാക്ഷിക്കുത്തൊക്കെ പോണേല് കുറെ ദിവസങ്ങൾ പിടിക്കും. പക്ഷെ കൃപയിൽ നമ്മൾ നിൽക്കുന്നിടത്ത് സെക്കൻഡുകൾ കൊണ്ട് വീഴുന്നു, ചാടി എഴുന്നേറ്റ് വീണ്ടും നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയും. നമ്മൾ കർത്താവിലായി കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം അതാ. ആ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണ്.
ഗലാത്യരിൽ നിന്ന് വായിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അതൊരു വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. നമ്മുടെ തലയിൽ നിന്ന് ചുവട് നീങ്ങിപ്പോയി ഒരു വലിയ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് ആ ഭാരം എടുത്തു കളയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്. ആകപ്പാടെ ഒരു സമാധാനവും സ്വസ്ഥതയും ആ ഞെരുക്കവും ഇടുക്കവും ഭാരവും ഒക്കെ പോയിട്ട് അവൻ സ്വതന്ത്രനായിട്ട് നിന്ന് ശ്വസിക്കുന്ന കാണാൻ കഴിയും സമാധാനത്തോടെ. എന്ന് പറഞ്ഞ പോലെ കർത്താവുമായുള്ള ഒരു വിവാഹബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി ആ നിലയിലുള്ള വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഇവിടെ ചെയ്യുന്ന ഒന്നും നമ്മളല്ല. ഗലാത്യർ 2:20 അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത് ജീവിക്കുന്ന ക്രിസ്തുവാ, ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റോമാലേഖനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തുടർന്ന് മുമ്പിലോട്ട് വരുമ്പോൾ സകലും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും. ഈ ജീവൻ അവനിൽ നിന്ന് എന്നിലേക്ക് ഒഴുകുക ചെയ്യുന്നത്, എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതൊരു സ്വാഭാവികമായ ഒഴുക്ക് പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്നോട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പം എനിക്കിതൊരു ഭാരമുള്ള കാര്യമേ അല്ല. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:3 അപ്പോസ്തലൻ എഴുതി അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. പക്ഷെ നമ്മുടെ ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കൽപ്പന പോലും നമുക്ക് വലിയ ഭാരമുള്ളതാണെന്ന് തോന്നും. 2 Corinthians 5:17 ഒരുവൻ ക്രിസ്തുവിലായ, നമ്മൾ ക്രിസ്തുവിലാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തുടർന്ന് നമ്മുടെ 7-ാം അധ്യായത്തിലേക്ക് തുടർന്ന് വരുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ റോമർ 7:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കോണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ ലളിതമാണ്. പലപ്പോഴും നമുക്കിത് വളരെ ഹെവി ആയിട്ട് തോന്നും. നമ്മുടെ മനസ്സ് ജഡത്തിൽ വെച്ചിരുന്നപ്പോൾ അതിന്റെ അർത്ഥം. ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് ജഡത്തിൽ വെച്ചിരുന്നപ്പം. നമ്മൾ ജഡത്തിൽ മനസ്സ് വെച്ചിരിക്കുമ്പം ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. അപ്പൊ നമ്മള് വീണ്ടും ജനിച്ചു ക്രിസ്തുവിലായി കഴിയുമ്പം നമ്മുടെ മനസ്സ് പിന്നെ വെക്കും നമ്മൾ ആത്മാവിലാണ്. തുടർന്ന് റോമർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ ആരാണ് ആത്മസ്വഭാവമുള്ളവർ എന്നതിനെ കുറിച്ച് 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 8:9 നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവർ അത്രേ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നമുക്ക് പിന്നുള്ളത് ആത്മാവിന്റെ സ്വഭാവമാണ്. കാരണം എന്താ? നമ്മുടെ മനസ്സ് എവിടെ വെച്ചിരിക്കുന്നത്? ആത്മാവിൽ. 8:6 പറയുന്നത് ജഡത്തിൽ വെച്ച മനസ്സ് മരണം, ജഡത്തിന് ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനം. നമ്മുടെ മനസ്സ് നമ്മൾ ജഡത്തിൽ നിന്ന് പറിച്ചെടുത്ത് ആത്മാവിൽ വെൽക്കുന്നതോടുകൂടി നമ്മുടെ ചിന്തകളിൽ തന്നെ വ്യത്യാസം വരാൻ തുടങ്ങും. പിന്നീട് വരുന്ന ചിന്തയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജീവന് സമാധാനവുമാണ്. ജഡത്തിൽ വെച്ചിരിക്കുന്ന മനസ്സ് മരണം എന്ന് പറഞ്ഞ അർത്ഥം അസമാധാനം, പരാതികള്, അസംതൃപ്തി, കുറ്റാരോപണങ്ങള്, കുറ്റപ്പെടുത്തലുകള്, വെല്ലുവിളികള്, കയ്പ്. നമ്മൾ ജഡത്തിൽ മനസ്സ് വെച്ചിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മളിന്ന് പുറത്തേക്കാണ്. ജഡത്തിൽ അതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ 7:5 പറയുന്നത്, മുമ്പ് നാം ജഡത്തിലായിരുന്നപ്പോൾ. നമ്മുടെ മനസ്സ് ജഡത്തിൽ വെച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ, അത് തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, ഒത്തിരി കൽപ്പനകളാണ്. പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തവണ്ണം നമ്മുടെ വഴികൾ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴും നമ്മെ പിടിച്ചടയ്ക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നുണ്ട്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ലേ, ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും അതൊരു അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. അക്ഷരം കൊല്ലുന്നു,
ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരത്തിന്റെ പഴക്കത്തിൽ ആത്മാവിന്റെ പുതുക്കത്തിൽ ഇപ്പൊ നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇത് സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. റോമർ 5 നമ്മളത് വായിച്ചു. 5:5 ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പറയുന്നത് ആത്മാവിനാൽ നമ്മൾ പകർന്നിരിക്കുന്നുവല്ലോ. റോമർ 5:5 നമ്മളത് വായിക്കുന്നത്. സോറി, 5:5 അല്ല, 5 അത് തന്നെ 5. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ എന്താ ഉണ്ടായിരുന്നു? സ്നേഹമല്ല അല്ലെ? ജഡത്തിൽ നിന്നുളവായി വരുന്ന തിന്മകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ. പക്ഷെ നമ്മൾ വീണ്ടും ജനിച്ച് നമ്മൾ ആത്മാവ് കടന്നു വന്നു കഴിയുമ്പം സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. തുടർന്ന് ആ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുക ചെയ്യുന്നു. നമ്മള് ജഡത്തിലായിരുന്നപ്പോൾ പാപം എങ്ങനെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വന്നോ, കോപവും ഈർഷ്യയും കയ്പും പകയും പിണക്കവും ജാരശങ്കയും അല്ലെ, നമ്മളെ തന്നെ ഉയർത്തുന്ന ചിന്തകളും മനോഭാവങ്ങളും വെല്ലുവിളികളും, അതുപോലെ തന്നെ നമ്മൾ ആത്മാവിൽ മനസ്സ് വെച്ച് കഴിയുമ്പം ആത്മാവിന്റെ ഫലമാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മനോഭാവങ്ങളില് വളരെയേറെ വ്യത്യാസം വരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ്. അതിന്റെ കാരണം നമുക്കൊരു പുതിയ മനസ്സ് കിട്ടി, പുതിയൊരു ആത്മാവും പുതിയൊരു ഹൃദയവും കിട്ടി. നമ്മൾ കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നു. ആ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് കർത്താവിന്റെ അടുക്ക് വന്നപ്പം കർത്താവ് എങ്ങനെയാ ചിന്തിച്ചേ? ന്യായപ്രമാണപ്രകാരം ചിന്തിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ കർത്താവ് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിലാ ചിന്തിച്ച്. കർത്താവ് പറഞ്ഞ് നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ കർത്താവിന്റെ ഉള്ളിൽ അവളോടുള്ള അനുതാപവും കരുണയും സ്നേഹവും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ ന്യായപ്രമാണത്തിന് അതില്ല, കരുണയില്ല, സ്നേഹമില്ല. അതെപ്പോഴും കൊല്ലണം കൊല്ലണം കൊല്ലണം, പ്രതികാരം ചെയ്യണം. ആ ചിന്തയാണ് ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന ഒരാൾക്കുള്ളത്. പക്ഷേ ഈ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ സ്ഥാനത്ത് മുന്നേ നിൽക്കുമ്പോൾ നിൽക്കാൻ തുടങ്ങുന്ന കരുണയാണ്. ഒരു പാപം ചെയ്ത ഒരാളെ നമ്മൾ കാണുമ്പം ന്യായപ്രമാണത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്ത അവനെ ശിക്ഷിക്കണം. പക്ഷേ ഈ കൃപയുടെ തലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരാളെ കാണുമ്പോൾ അവനെ വിടുവിച്ചയക്കണം, അവനെ കുറ്റം വിധിക്കരുത്. കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകാം, പക്ഷെ മേലാൽ പാപം ചെയ്യരുത്. അങ്ങനെ ഒരാളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെയും മനോഭാവം അങ്ങനെ തന്നെയായിരിക്കും. അത് നമ്മുടെ കൂട്ടായ്മ ബന്ധത്തെ പണിയുന്ന ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറുക ചെയ്യുന്നു. മറ്റേത് കൂട്ടായ്മ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമല്ല, മുറിച്ചു കളയാൻ, വിച്ഛേദിക്കാനുള്ള ഒരു ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്, കരുണയില്ലാത്ത. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലെ കടക്കാരന്റെ ഉപമ പറയുന്നിടത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? അപ്പൊ നമ്മള് ഈ ഒരു ക്രിസ്തുവിനായി കഴിയുമ്പോൾ ആ ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം നമ്മളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. നമ്മളത് പാർട്ടേക്ക് ചെയ്യാൻ തുടങ്ങും. പങ്കാളിത്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ചിന്തകൾ ആ നിലയിലാകും, മനോഭാവങ്ങൾ ആ നിലയിലാകും, ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ അങ്ങനെ ആയി തീരാൻ തുടങ്ങും. ഒരിക്കലും വിടുവിക്കരുതെന്ന് ചിന്തിച്ചിരുന്ന തലത്തിൽ നിന്ന് വിടുവിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് വരുന്നത്. ആത്മാവിന്റെ പുതുക്കത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ നയിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പോസ്തലൻ ഒരു ഭാഗത്ത് പറഞ്ഞില്ല, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ന്യായപ്രമാണത്തിന് ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് ഇടപെടാനായിട്ട് കഴിയുമായിരുന്നില്ല. അതിന് വിട്ടുവീഴ്ചകളില്ല, വളരെ കാർക്കശ്യമായിരുന്നു. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ തന്നെ എബ്രായർ 12 പറയുന്നിരിക്കുന്നത്, എബ്രായർ 12
അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പാർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും നമ്മളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗവും എങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാൻ അവർ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നതെന്ന് മോശയും പറയത്തക്കവണ്ണം, ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്ന മോശയും പറയത്ത ആ കാഴ്ച ഭയാനകമായിരുന്നു. ന്യായപ്രമാണം കൊടുക്കുന്ന സീനായി പർവ്വതത്തിന്റെ ആ അവസ്ഥയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നു. എന്നിട്ട് തുടർന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിനും, സ്വർഗീയ സിയോനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരുശലേമിലും, നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. മറ്റേ അടിമത്തമായിരുന്നു. ന്യായപ്രമാണം അവരെ കൂടുതൽ 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 അടിമത്തത്തിലേക്കും ഭയത്തിലേക്കും ഭീതിയിലേക്കും, അവർക്ക് മോശ പോലും ഭയന്നു പോയി. പക്ഷേ ഇന്ന് നമ്മളായി കടന്നു വന്നിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥാനത്തല്ല. നമ്മൾ ക്രൂശിന്റെ ചുവട്ടിലാ വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്രയും താഴോട്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും, സ്വർഗീയ യെരുശലേമിന് അനേകം 1000 ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പെയ്തിരിക്കുന്ന ആദിജന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവ ന്യായവിധിക്കും സിദ്ധന്മാരായ നീതിമാൻ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നതായിരുന്നെങ്കിൽ ഈ പുണ്യാഗ രക്തം വിളിച്ചു പറയുന്ന ഒരു കാര്യം, അവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ അവരോട് കരുണ തോന്നണമേ. നമ്മൾ കൃപയുടെ തലത്തിലേക്ക് വരുമ്പം ആകപ്പാടെ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ആത്മാവിൽ അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ ഒരു തലത്തിൽ, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ 10 കൽപ്പനകൾക്ക് അപ്പുറത്തായിട്ടൊരു കാര്യം ഞാൻ പറയുന്നത്. പുതിയത്തിലേക്ക് വരുമ്പം ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്നാ പറയുന്നത്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ്, കുറ്റം വിധിക്കുന്നതല്ല, ശിക്ഷിക്കാതെ വിടുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഒരു ന്യായപ്രമാണത്താൽ പിടിക്കപ്പെട്ടവരാണ്. അതിനെ കുറിച്ചാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ വായിച്ചത്. ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നമ്മൾ ന്യായപ്രമാണം നമ്മുടെ മനസ്സ് ജഡത്തിൽ വെക്കുമ്പോഴാണ് ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ അധികാരം വരുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ആത്മാവിൽ വെക്കുന്നോ അവിടെ നമ്മുടെ ന്യായപ്രമാണത്തിൽ സ്വതന്ത്രരായി ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് നമ്മൾ വിധേയരായി തീരുകയും ചെയ്യും. ജീവിപ്പിക്കുന്ന ഒരു പ്രമാണമാണ്. മറ്റേത് കുറ്റാരോപണത്തിന്റെ ഒരു പ്രമാണമായിരുന്നെങ്കിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അതിന് നേരെ വിരുദ്ധമാണ്. അത് നമ്മൾ അനുഭവിക്കുന്നു. ദൈവമായുള്ള ബന്ധത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവ് ഒരിക്കലും നമ്മളെ ആ നിലയിൽ കുറ്റപ്പെടുത്തുകയല്ല. യാക്കോബസ് അതാ പറഞ്ഞേ, ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വത്സിക്കാതെ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ദാനമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. അപ്പൊ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ കുറ്റപ്പെടുത്താറില്ല കർത്താവ്. പിന്നെന്താ ചെയ്യുന്നത്? അവിടെ തന്നെ ശക്തിയാണ് നമ്മളെ നിറച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മളത് അനുഭവിക്കാൻ തുടങ്ങുമ്പം നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളവരോടുള്ള ബന്ധത്തിലും നമ്മുടെ കുടുംബങ്ങളിലും സഭകളിലും എല്ലാം നമ്മളും ആ ഒരു പ്രക്രിയയിലേക്ക് മാറും. അപ്പൊ നമ്മളവരെ നോക്കിക്കാണുന്ന മനോഭാവം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ആത്മാവ് അല്ല, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിലാണ്. എന്ന് പറഞ്ഞ എപ്പോഴും തുറന്നൊരു ഹൃദയം, ക്ഷമിക്കാനും പൊറുക്കാനും വഹിക്കാനും കഴിയുന്നൊരു ഹൃദയം, ഏത് സമയത്തും ആർക്കും ധൈര്യമായിട്ട് ഓടി വരാൻ കഴിയുന്നൊരു ഹൃദയം, ആരെയും കുറ്റപ്പെടുത്താത്ത, കുറ്റം വിധിക്കാത്ത ആ ഒരു രൂപാന്തരം നമ്മളിൽ വരുത്തിയാണ്, ആ ജീവനാണ് മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് തീരണമെന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എപ്പോഴൊക്കെ നാം വീണ്ടും ജഡത്തിലേക്ക് പോകുന്നു, അവിടെ വീണ്ടും ന്യായപ്രമാണത്തിന്റെ ഒരു സ്വാധീനം നമ്മുടെ മേൽ വരും.
അതുകൊണ്ട് നമ്മൾ 6:14 വായിച്ച നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരായിരിക്കുക. കൃപയുടെ മനോഭാവം എന്ന് പറയുന്നത് കരുണയാണ്. ന്യായപ്രമാണം കരുണ കൂടാതെ അതിന് പരിധിയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിനോട് ചോദിച്ചത്, കൂട്ടുകാരൻ പിഴച്ച എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? ന്യായപ്രമാണത്തിന്റെ പരമാവധി അതാ. അല്ല, നമ്മളൊക്കെ അത് അനുഭവിക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ പറയാണ്ട് ഇപ്പൊ 5-6 പ്രാവശ്യമായി എന്ന് പറഞ്ഞാൽ എന്റെ പരിധി കഴിയാൻ പോവാണ്, ഇനിയും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ കൃപയുടെ ആത്മാവിൽ നിൽക്കുന്ന ഒരാൾക്ക് പരിധികളില്ല. 70 വട്ടം എന്ന് പറഞ്ഞാൽ അകത്തെ മനോഭാവം അതാണ്. അകത്തെ മനോഭാവം കുറ്റം വിധിക്കുന്നതല്ല, രക്ഷിക്കുന്ന ഒരു മനോഭാവം. അതിനുവേണ്ടി ഏതറ്റം വരെ കൂടെ പോകാൻ തയ്യാറാണ്. കർത്താവ് അല്ല, സ്നാപയോഹന്നാന്റെ അടുക്കല് അട്ടാളക്കാരൊക്കെ വന്ന് ചോദിച്ചപ്പോ അവരോട് പറയുന്നൊരു മറുപടിയല്ല. പക്ഷെ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ മറുപടി ഇതിനേക്കാളൊക്കെ അഗാധത്തിലുള്ളതാണ്. അല്ലേ? ചിലവിടുവാനും ചിലവായി പോകുവാനും. ഓരോന്നിലെ വിശ്വാസികളോട് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാണം വെച്ച് തരാൻ ഞങ്ങൾ ഒരുക്കമാണ്, മരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ന്യായപ്രമാണത്തിൽ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതെപ്പോഴും സ്വന്തം തടി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറഞ്ഞ്, സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. അത് പരിധികളില്ല, അതിർത്തി വരമ്പുകളൊന്നുമില്ല. അത് ഏതറ്റം വരെ പോകാനായിട്ടും തയ്യാറാണ്. എത്ര വേണം സഹിക്കാനും. 1:13 പറഞ്ഞ സ്നേഹത്തെ കുറിച്ച് പറയും, ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, ദോഷം കണക്കിടുന്നില്ല, ദുർദാഢ്യം എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ന്യായപ്രമാണത്തിന് പരിധി കൂടുതൽ 2-3 പ്രാവശ്യം കൂടുതൽ സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൃപയിലേക്ക് നമ്മൾ വരുമ്പം നമ്മൾക്ക് ദീർഘമായി ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നു. അത് നമ്മളിൽ തന്നെയുള്ളതെന്നല്ല, അത് ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് വ്യാപരിക്കുന്ന ആ പുത്രന്റെ സ്വരൂപമാണ്, സ്വഭാവമാണ്. നമ്മൾ ആ സ്വഭാവത്തിന് പങ്കാളികളായി തീരുക ചെയ്യും. ഇവയാൽ പത്രോസ് ഇവയാൽ നിങ്ങൾ ലോകത്തിന് മുഖത്തുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ആന്തരിക തലത്തിലുള്ളൊരു വരുത്തുന്ന രൂപാന്തരത്തിലൂടെയാണ്. നമ്മുടെ മനോഭാവങ്ങളിലും ഉദ്ദേശങ്ങളിലും കാഴ്ചപ്പാടുകളിലൊക്കെ ഒരു മാറ്റം വരുത്തി നമ്മളെ ആന്തരികമായിട്ട് വിശാലതയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ഉൾക്കൊള്ളത്തക്കൊണ്ടൊരു വലിപ്പം നമ്മുടെ ഹൃദയത്തിന് തരിക ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് 119 സംഗീതത്തിൽ ഒരു വാക്യമുണ്ട്, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. കൽപ്പനയുടെ വഴിയിൽ ഓടുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, ദോഷം കണക്കിടത്തില്ല, എല്ലാം സഹിക്കും, എല്ലാം പൊറുക്കും, എല്ലാം വിശ്വസിക്കും. അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറഞ്ഞു, ഞങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ബന്ധത്തിൽ വിശാലമാണ്, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലാണ് ഞങ്ങൾക്ക് ഇടുക്കമുള്ളത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ നിങ്ങളും വിശാല ഹൃദയം ആകാനായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരണം. ദൈവം എന്ത് ചെയ്യാനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം. നമ്മൾ പാടുമ്പോഴൊക്കെ ഇങ്ങനെ പാടാറുണ്ടല്ലോ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മെനഞ്ഞിടണേ. പക്ഷെ ആ മെനയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും വിസമ്മതം പ്രകടിപ്പിക്കാൻ തുടങ്ങും, നമ്മൾ എതിർത്ത് നിൽക്കാൻ തുടങ്ങും, നമ്മൾ താഴാൻ വിസമ്മതിക്കും, വിധേയപ്പെടാൻ വിസമ്മതിക്കും, ക്ഷമിക്കാൻ വിസമ്മതിക്കും, കരുണ കാണിക്കാൻ വിസമ്മതിക്കും. അവിടെ ആ കുശവന് പിന്നെ ഒന്നും നമ്മുടെ മേൽ ചെയ്യാനില്ല, ചെയ്യാൻ കഴിയത്തില്ല. ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് മുമ്പിൽ മാത്രമേ കുശവൻ എന്തിനും ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിന് നമ്മളെ രൂപാന്തരപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ പുതുക്കപ്പെടാൻ വിസമ്മതിക്കുന്നു. നമ്മളെപ്പോഴും ആന്തരികമായിട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പലപ്പോഴും മറുത്തു നിൽക്കുക ചെയ്യുന്നു. ഈ ഒരു വഴിയിൽ നമ്മളെ നടത്തുമ്പം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് നമുക്കറിയാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന
അഗ്നിശോധനയിലൂടെയാണ് നമ്മളെ രൂപാന്തരപ്പെടുന്നത്. അഗ്നിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കീടമൊക്കെ പുറത്തു വരാൻ തുടങ്ങുന്നത്, നമ്മളത് കാണാൻ തുടങ്ങുന്നത്. പക്ഷെ അന്നേരം നമ്മൾ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളവിടെ ആ നിന്നയ്ക്കാണെങ്കിൽ, പഴിക്കാണെങ്കിൽ, ദുഷിക്കാണെങ്കിൽ, തെറ്റിദ്ധാരണയ്ക്കാണെങ്കിൽ നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് കർത്താവിന് തന്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ കഴിയും. ചില സാഹചര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം തെറ്റിദ്ധാരണ മാറ്റാനാണ്. എങ്ങനെയെങ്കിലും ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ചുമതല ചെയ്യേണ്ടത് ദൈവമാണ്. നമ്മളവിടെ ഇരുന്നാൽ മതി. കർത്താവ് മാറ്റേണ്ടതാണ്, മാറ്റിക്കോളും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ തെറ്റിദ്ധാരണയ്ക്കുള്ളിൽ ഇരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. കാരണം നമ്മുടെ ശുദ്ധീകരണം ആ ഒരു 4 ചുവരുകൾക്കുള്ളിലാണ് നടക്കാനായിട്ട് പോകുന്നത്. പണ്ടൊരു മിഷണറിയെ കുറിച്ച് സാക്രദർ ഇങ്ങനെ പറയുന്നത് കേട്ടു. പുള്ളിയൊരു ഗ്രാമത്തിൽ പോയിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പുള്ളി ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ പൂർണ്ണ ഹൃദയത്തിലേക്ക് എന്നെ നടത്തണം, നിന്റെ സമ്പൂർണ്ണ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ഒരു ദിവസം ഒരു വേശ്യാസ്ത്രീ, അവിടെയുള്ളൊരു വേശ്യാസ്ത്രീ ചെറിയൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ ഗ്രാമത്തിൽ എല്ലാവരും കാണുക ഈ മിഷണറി കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പാപത്തിന്റെ ഫലം, നിങ്ങൾ തന്നെ ഏറ്റോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പം പുള്ളിയോട് ദൈവം പറഞ്ഞു, അതിന് മുമ്പ് പറഞ്ഞു, നിന്റെ മാനത്തെ ഞാൻ ഒരു പട്ടി ഒരു തുണി കടിച്ചു കീറുന്ന പോലെ കീറിക്കളയും, എന്തിനും ഞാൻ തയ്യാറാണെന്നാ പറഞ്ഞത്. പക്ഷെ ആ മനുഷ്യൻ ചെയ്ത കാര്യം, ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞു പോലെ വളർത്തി വർഷങ്ങൾ. അപ്പൊ ആ സമൂഹത്തിൽ പുള്ളിയെ കുറിച്ചുള്ള ചിന്താഗതി എന്തായിരിക്കും അല്ലെ? ആ പുള്ളിയെ കാണുന്നവരൊക്കെ എന്താ ചിന്തിക്കുന്നത്? എന്നാലും ഇവനൊരു ഭയങ്കരനാണല്ലോ, ഇവന്റെ ഉള്ളിലൊരു ഇതായിരുന്നല്ലോ. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ തിരികെ വന്നു, പരസ്യമായിട്ട് ആ സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ അന്ന് കള്ളം പറഞ്ഞതാണ്, ഈ മനുഷ്യന് അതിലൊരു പങ്കും ഇല്ലായിരുന്നു. നീതീകരിക്കുന്നത് ദൈവമാ. നമ്മൾ നീതീകരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടും. അല്ലെ? നമ്മുടെ ഭവനങ്ങളിലൊക്കെ പലപ്പോഴും അതാ സംഭവിക്കുന്നത്. നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ച് കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടും. പല സാഹചര്യങ്ങളും ദൈവം നമ്മളോട് പറയുന്നത്, നീ നാവിനെ പൂട്ടി മിണ്ടാതിരുന്നോ, ബാക്കി കാര്യമൊക്കെ ഞാനേറ്റെന്നാ. പക്ഷെ നമ്മുടെ സ്വന്തം ജീവൻ, സ്വന്തം മാനം, അത് നമ്മളതിന് സമ്മതിക്കത്തില്ല. എങ്ങനെയായാലും എന്റെ മാനം സംരക്ഷിക്കണം, ഇവരുടെ മുമ്പാകെ എനിക്കൊരു ഇത് കിട്ടണം, എന്നെ തെളിയിക്കണം എന്നുള്ള ശ്രമത്തിന്റെ അനന്തരഫലമായിട്ട് നമ്മൾ കൂടുതൽ അത്തിക്കണ്ടത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരും കൂടുതൽ താഴുമെന്ന് പറയുന്ന പോലെ നമ്മൾ താണുപോകും. പക്ഷെ അവിടെ ആ ബലമുള്ള കരങ്ങളിൽ നമ്മളങ്ങ് താണിരുന്നാൽ, കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ ഞാൻ എന്നെ തന്നെ തരുന്നു, നിനക്ക് എന്നെ കുറിച്ച് ആത്യന്തികമായ ലക്ഷ്യമുണ്ടല്ലോ, അതെന്റെ നന്മയാണെന്ന് ഞാൻ അറിയുന്നു, ഇതാ ഞാൻ ഇവിടെ ന്യായീകരിക്കാനൊന്നും നിൽക്കുന്നില്ല, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ആ സ്വസ്ഥതയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ വളരെ പെട്ടെന്ന് ശക്തിപ്പെടുന്ന കാണാൻ കഴിയും. നമ്മളൊരു ഫിസിക്കൽ ഒരു പ്രാർത്ഥന ഉണ്ട്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും 3-ാം അധ്യായത്തിലെ അപ്പോസ്തലന്റെ പ്രാർത്ഥന. അത് ഈ ബലപ്പെടുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് കടത്തിവിട്ടിട്ട ലോകത്തിന്റെ ചിന്താഗതിക്ക് വിരുദ്ധമായിട്ടുള്ള വഴികളിലൂടെ നമ്മളെ കടത്തിവിട്ട് അപമാനത്തിനും ഒക്കെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിശ്ചിത സമയമുണ്ട് അതിന്. 103-ാമത്തെ സങ്കീർത്തനത്തില് 103-ലല്ല 105-ന്റെ 18-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 105-ാം സങ്കീർത്തനം 18-ാം വാക്യം, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളോ അവർ അവന്റെ കാലുകളെ വെലുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അത് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേഴ്സണില് ആ ശോധന എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്നത്, നമ്മള് എണ്ണയൊക്കെ മേടിക്കുമ്പം എന്താ അതിൻ്റെ ഒരു വാക്ക് പറയാറില്ലേ, പ്യൂരിഫൈഡ്. ദൈവത്തിന്റെ വചനം കൊണ്ട് അവനൊരു ശുദ്ധീകരണം. ആ ശുദ്ധീകരണം എന്തായിരുന്നു? അവൻ കർത്താവിന്റെ അതേ മനസ്സുള്ളവനായി തീർന്നു. അതാണ് സഹോദരന്മാർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തുമ്പം ഒറ്റ വാക്കിൽ അവരോട് പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ എന്നോട് ഒന്നും ചെയ്തില്ല,
നമ്മുടെ ജീവരക്ഷയ്ക്കായിട്ട്, നമ്മുടെ കുടുംബത്തിന്റെ ജീവരക്ഷ ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി മിസ്രൈമിലേക്ക് അയച്ചതാണ്. അപ്പൊ ആ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ അനന്തരഫലമായി അവന്റെ ആത്മാവിൽ വന്ന ഒരു ശുദ്ധീകരണമുണ്ട്, അവന്റെ കാഴ്ചപ്പാടിൽ വന്നൊരു വ്യത്യാസമുണ്ട്. അവന്റെ അകത്തുള്ള വെറുപ്പും പകയും കയ്പും പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹവും തിരിച്ചടിക്കാനുള്ള ആഗ്രഹവും അതെല്ലാം അവനിൽ നിന്ന് കുറഞ്ഞു 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 കുറഞ്ഞ് ഇല്ലാതായിട്ട് ആ സ്ഥാനത്ത് സഹോദരന്മാരുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു. അവരെ കാണുമ്പോൾ ഇങ്ങനെ വായിക്കും, തന്നെത്താൻ അടക്കാൻ വഹിയായത് കൊണ്ട് അവൻ കരയാനൊരിടം അന്വേഷിച്ചു. സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടി? തന്നെത്താൻ വെളിപ്പെടുത്തി അവരെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കേണ്ടി. ഞാനാ യോസേഫ്, നീയൊക്കെ എന്നോട് എന്താ ചെയ്തേ? ഉണ്ടോ ദൈവം എന്റെ കൈ കൊണ്ട് തന്ന കണ്ടോ നിന്നെയൊക്കെ? പക്ഷെ അതല്ല താൻ ചെയ്തത്. കാരണം ദൈവത്തിന്റെ വചനം യോസേഫിന്റെ ഉള്ളിൽ ചെയ്ത രൂപാന്തരം അതായിരുന്നു. കരുണയുടെ, ദയയുടെ, ക്ഷമയുടെ, അനുഗ്രഹത്തിന്റെ. നമ്മുടെ അന്തരാത്മാവിൽ ഈ ഞെരുക്കത്തിന്റെയും ഇടുക്കത്തിന്റെയും അവമാനത്തിന്റെയും വഴിയിലൂടെ കടത്തിവിട്ട് ഒരു വലിയ ശുദ്ധീകരണം വരുത്തി, റിഫൈൻഡ് എന്നാ വാക്ക് വന്ന്, റിഫൈൻഡ് എന്ന് പറഞ്ഞ അല്ലെ, നമ്മൾ റിഫൈൻഡ് പണ്ട് കാലത്തൊക്കെ നമ്മൾക്ക് കിട്ടുന്ന അരി ഓരോ പ്രാവശ്യം ചവിക്കുമ്പോഴും 2-3 കല്ല് കടിക്കുമായിരുന്നു. ഇപ്പൊ റിഫൈൻഡ് ആയിട്ട് ആയതുകൊണ്ട് ഒരു കല്ല് പോലും നമ്മൾക്ക് കടിക്കാറില്ല. വളരെ സമാധാനത്തോടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ആ നിലയിൽ മറ്റുള്ളവർക്ക് കല്ലുകടി ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവിലുള്ള കൺവെൻഷനുകളെ ഈ വഴികളിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് നമ്മളെ ആരുടെയൊക്കെ മുമ്പ് കൊണ്ടിടുമ്പോൾ അവർക്ക് ആസ്വദിക്കത്തക്കവണ്ണം 2 Corinthians 2 പറയുന്ന പോലെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന, നശിക്കുന്നവരുടെയും രക്ഷിക്കപ്പെടുന്നവരുടെയും ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ആ കർത്താവിന്റെ സൗരഭ്യവാസന മണക്കാൻ കഴിയുക. സ്നേഹത്തിന്റെ വാക്കുകള്, ആശ്വാസത്തിന്റെ വാക്കുകള്, കുറ്റപ്പെടുത്താത്ത വാക്കുകള്, പണിയുകയും ഉത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ, താങ്ങുന്ന വാക്കുകൾ. അതിനെതിരായിട്ട് നമ്മളിൽ തന്നെ ഉള്ളതിനെ റിഫൈൻ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ ശോധനകളിലൂടെ കടത്തിവിടുന്നത്. ദൈവത്തിന്റെ ആ ഒരു ലക്ഷ്യം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ ആത്മാവിന്റെ തലത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ പുതുക്കം, നമ്മൾ ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. വീണ്ടും ജനിച്ച ഒരാള് റോമർ 8 പറയുന്നുണ്ട്. റോമർ 8 ആരാണ് ദൈവമക്കളെന്ന് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം 14 വാക്യം 8:14, ആത്മാവ് ദൈവാത്മാവ് നടത്തുന്നവരെ അവരും ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ കുറെ നടക്കുകയും കുറച്ചൊക്കെ ആത്മാവിനെ ഏൽപ്പിക്കുകയും ചെയ്യില്ല. പക്ഷെ ഈ ശുദ്ധീകരണത്തിന്റെ വഴി നടക്കും തോറും നമ്മൾ സ്വയമായിട്ട് നടക്കുന്നത് നിർത്തും. നമ്മൾ പൂർണ്ണമായിട്ടും ആത്മാവിനെ വിധേയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ ചെവി ഓർക്കും, ഞാനിത് പറയണോ കർത്താവേ, ആത്മാവെ ഞാൻ ഈ വാക്ക് സംസാരിക്കണം. നമ്മുടെ ഉള്ളിൽ തള്ളൽ കാണുന്നത് പറയാൻ, പക്ഷെ നമ്മുടെ ചെവി അകത്തേക്ക് തിരിഞ്ഞിരിക്കും. ഒരിടത്തേക്ക് നോക്കുമ്പം, ഒരു സ്ഥലത്തേക്ക് പോകുമ്പം നമ്മൾ ആ ശബ്ദം കേട്ടോണ്ടേയിരിക്കും, പോണോ വേണ്ടയോ. പക്ഷെ പലപ്പോഴും നമ്മൾ ആരംഭത്തിൽ നമ്മുടെ സ്വയം ഇനിഷ്യേറ്റീവിലാണ് ചെയ്യുന്നത്. കർത്താവ് യോഹന്നാൻ 5 പറഞ്ഞു, ഞാൻ സ്വതേ ഒന്നും ചെയ്യുന്നില്ല, എന്റെ ഇനിഷ്യേറ്റീവ് ഞാനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ ആത്മാവിനാൽ നടത്തപ്പെടുന്നിടത്ത്, ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കുന്നിടത്ത് നമ്മൾ എപ്പോഴും ആത്മാവിനെ കേൾക്കുന്നവരായിരിക്കും. ആ ഒരു ശബ്ദം. ഒരിക്കലും കർത്താവിനോട് സഹോദരന്മാർ ചോദിച്ചു, നീ പെരുന്നാളിന് പോകുന്നില്ലേ? കർത്താവ് പറഞ്ഞു, ഞാനിപ്പം പോകുന്നില്ല. സാക്രൂറിനെ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാറുള്ള ഒരു ട്രാഫിക് സ്റ്റേഷൻ പോയിന്റിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനെ പോലെയാണ്. അപ്പൊ കൂട്ടുകാരൻ പോലീസുകാരൻ പറയാം, ഞാൻ സ്റ്റേഷനിൽ നീ പോരുന്നത് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഇല്ല, ഞാനിപ്പം പോരുന്നില്ല. പക്ഷെ മറ്റേ മനുഷ്യൻ 3-4 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അവിടുന്ന് വിളി വന്ന് നീ വരാൻ പറയുന്നു. അപ്പൊ ആ മനുഷ്യന് പുറകെ ചെല്ലുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ മനുഷ്യൻ ചോദിക്കുക, നീ വരുന്നില്ല, നീയല്ലേ ഇപ്പം പറഞ്ഞു? അതെ, അത് പറഞ്ഞു കഴിഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പം
കർത്താവിനോട് ചോദിച്ചു, നീ പോരുന്നില്ലേ പെരുന്നാളിന്? ഇല്ല, ഞാനിപ്പം വരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പിന്നെയും പോയി. കാരണം പിതാവിന്റെ നിർദ്ദേശം വന്നു, ഇപ്പൊ മുന്നിൽ പൊക്കോ. അപ്പൊ അതിനെക്കുറിച്ച് ജാഗ്രത ഇങ്ങനെ പറഞ്ഞേ, അവരുടെയൊക്കെ കൂട്ടത്തിൽ പോയിട്ടുണ്ടല്ലേ, ഈ നീണ്ട യാത്രയ്ക്കിടയ്ക്ക് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് വിരുദ്ധമായിരിക്കും. അതൊക്കെ കേട്ട് പോകാനായിട്ട് കർത്താവ് നിൽക്കണ്ട. അവർ പോയി കുറച്ച് കഴിയും പൊക്കൂ, അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നീ എന്റെ ശബ്ദം കേട്ട് നടന്നു. പുരുഷന്മാരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു തലമാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു തലമെന്ന് പറയുന്നത്, അത് ശരിക്കും സാഗ്ദോർ പറയാറില്ലേ, അത് എക്സൈറ്റിംഗ് ആണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എക്സൈറ്റിംഗ്. നമുക്ക് പലപ്പോഴും അത് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ ആത്മാവിന്റെ ശബ്ദം കേട്ടല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തം ഇനീഷ്യേറ്റീവ് നടക്കുന്നത് കൊണ്ട് ഇത് വലിയ ഭാരമുള്ള കാര്യമാണ്. ഇത് പലപ്പോഴും നമുക്ക് ഭാരമുള്ളതാണ്, അത്ര എക്സൈറ്റിംഗ് ഒന്നും അല്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള ജീവിതം കൊണ്ട് പഴയ ഭക്തന്മാർ പാടില്ലേ, ആത്മാവിൽ ജീവിതം, ആനന്ദ ജീവിതം, ആത്മാവാൽ നിറയുക, ആനന്ദ നദീതി പാനം ചെയ്തിടുക, യേശു വേഗം വന്നിടും. യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു ആനന്ദത്തിന്റെ ജീവിതം തന്നെയാണ്. നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നമുക്ക് പലപ്പോഴും ഒരു ഭാരത്തിന്റെ ജീവിതമാണോ ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്? അങ്ങനെയാണ്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നില്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ്. 118 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 118:15, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഉല്ലാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നമ്മുടെ ആന്തരിക തലത്തിൽ ഈ ഉല്ലാസവും ജയത്തിന്റെ ഒരു ഘോഷത്തിലാണ് നമ്മൾ നടക്കുന്നത്. കർത്താവിനോടൊത്ത് ഉല്ലസിച്ചാണ് നടക്കുന്നത്. കൊച്ചുകുഞ്ഞുപദേശിയുടെ ഒരു പാട്ടിലുണ്ട്, മാനും മാൻ പേടയും പർവാതങ്ങളിൽ ഓടിക്കളിക്കുമ്പോൾ കളിക്കുന്ന പോലെയാണ് ക്രിസ്തുവും കാന്തി. നമുക്കറിയാം, ഈ ചെറിയ മാൻപേടകള് അല്ലെ ആട്ടുകുട്ടികളെ നോക്കിയാൽ മതി. അവർ ചെറുതായിരിക്കും സമയത്ത് കൂട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ അവരുടെ ഓട്ടവും ചാട്ടവും സന്തോഷവും അവരെ കൂട്ടമായിട്ട് ഓടിപ്പോകുന്ന ഒരു ഉല്ലാസത്തിന്റെ ഒരു ഓട്ടമാണ്. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെയും ജീവിതം അങ്ങനെ ഒന്നായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിലുള്ള ആ കീടങ്ങളെ നീക്കിക്കളയാൻ നമ്മൾ പലപ്പോഴും വിസമ്മതിക്കുന്നു. അഗ്നിയിലൂടെ കടത്തിവിടുമ്പം ആ കീടങ്ങളാണ് ഇല്ലാതായിത്തീരുന്നത്. യാക്കോബസൻ പറഞ്ഞു, നിങ്ങൾ പരീക്ഷിക്കാൻ സമയം അഗ്നിശോധനയില്ല. ഈ അഗ്നിയിലൂടെ കടന്നു പോകുന്നതിന്റെ അനന്തരഫലം നമ്മളുടെ കീടങ്ങളാണ് ഇല്ലാതായിത്തീരും. നമുക്കറിയാം, സ്വർണം വീണ്ടും വീണ്ടും വിലയിലിടും തോറും ആ സ്വർണത്തിന് ശോഭ കൂടുക ചെയ്യുന്നു, അതിനകത്തുള്ള കീടമെല്ലാം നീങ്ങുക ചെയ്യും. യോബ് അതാ പറഞ്ഞത്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നമുക്ക് ദിനംപ്രതി ഈ പൊന്നുപോലെ പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കുന്നുണ്ട്, അതിനായിട്ട് നമ്മളെ അനുവദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യം, നമ്മളതിന് വിസമ്മതിക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ മടുത്തിട്ട് കർത്താവിനോട് പറയും, മതി യഹോവേ മതി, ഇത്രയൊക്കെ മതി, ഇതിനപ്പുറത്തോട്ട് പോകാനൊന്നും ഒരു വില കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, സ്വയത്തിന് മരിക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു, എനിക്ക് നിന്റെ ജീവനോടൊപ്പം എന്റെയും കൂടെ കുറച്ച് ജീവൻ വേണം. പക്ഷെ അവിടെ ദൈവത്തിന്റെ ഒരു പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ഈ മൂന്നാമത്തെ വിവാഹ ജീവിതം, കർത്താവുമായുള്ള വിവാഹ ജീവിതം എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര സന്തോഷകരമായ ഒരു അനുഭവമാണ്. പരാതിയില്ല, പരിഭവമില്ല, ഇൻസെക്യൂരിറ്റി ഇല്ല, അസ്വസ്ഥതകളില്ല. യോഹന്നാൻ അപ്പോസ്തലൻ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പൊ നമ്മൾ ഈ സ്നേഹത്തെ അറിയണമെന്നുള്ളതായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥന എഫെസ്യർ 3. ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കേണ്ടതിന് വരം നൽകണമെന്നും.
നിങ്ങൾ സ്നേഹത്തിൽ വേരുന്ന അടിസ്ഥാനപ്പെട്ട് ദൈവത്തിന്റെ ആഴങ്ങൾ അറിയണമെന്നും നമ്മൾ ഈ ഒരു ബന്ധത്തിൽ ജീവിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കുന്നു. അതിന്റെ അനന്തരഫലമായിട്ട് നമ്മളിൽ നിന്നും ആ സ്നേഹം മറ്റുള്ളവർ അനുഭവിക്കും. നമ്മൾ ഏതളവിൽ അനുഭവിക്കുന്നു ആ അളവിലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മള് ആ നിലയിൽ അനുഭവിക്കാൻ കഴിയുന്നതിന് നമുക്ക് കൊടുക്കും. നമ്മൾ എന്തുമാത്രം അനുഭവിക്കുന്നോ അതിന്റെ ഒരു അനുപാതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ധാരാളമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് കൊടുത്തോണ്ടേയിരിക്കും, ക്ഷമ കൊടുത്തോണ്ടിരിക്കും, കരുണ കൊടുത്തോണ്ടിരിക്കും, ദോഷം കണക്കിടാതിരിക്കും, എല്ലാം സഹിക്കും, എല്ലാം പൊറുക്കും, എല്ലാം വിശ്വസിക്കും. പക്ഷെ നമ്മൾ ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ കുറച്ചേ അനുഭവിക്കുന്നുള്ളെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കുറച്ചേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല, പൊറുക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇച്ചിരിച്ചിരി അവിടെ ഇവിടെയൊക്കെ കാണും അതിന്റെ അവശിഷ്ടങ്ങൾ. പക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് വലിയ തോതിൽ അനുഭവിക്കുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് വലിയ തോതിൽ കൊടുക്കത്തക്കവണ്ണം ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മടുത്തു പോകാതിരിക്കുക എന്നുള്ളതാണ്. സാഗർ നാളൊരു മീറ്റിംഗ് പറഞ്ഞു, എന്നോട് കേട്ട വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കണം. എത്ര ദിവസം ഒന്നും പറഞ്ഞില്ല. പക്ഷെ അതിലൊരാൾ തലേ ദിവസം മടുത്തിട്ട് പോയിരുന്നെങ്കിലോ ബാക്കിയുള്ള ഒരു ആത്മാവിനാൽ നിറഞ്ഞ് ഈ വലിയ ഇതൊക്കെ നടക്കുന്നതിൽ പങ്കാളികളാകാൻ കഴിയത്തില്ലായിരുന്നു. അപ്പം കാത്തിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം, മടുത്തു പോകാതിരിക്കുക, കാത്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് യശയ്യാപ്രവചനത്തിലല്ലേ പറഞ്ഞത്, യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഒരു വാക്യം കൂടെ നമ്മുടെ സദൃശവാക്യം 8-ാം അധ്യായത്തിൽ എന്നെ വളരെ സഹായിച്ചിട്ടൊരു വാക്യം. അത് ഇന്നും എപ്പോഴും ഞാൻ മുറുകെ പിടിക്കുന്ന ഒരു വാക്യ. 8-ന്റെ 34-ാമത്തെ വാക്യമാണ്. സദൃശവാക്യം 8-ന്റെ 34. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നു, ജീവനെ കണ്ടെത്തുന്നു, അവന് യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിവസം പ്രതി, ഡെയിലി എന്റെ പടിവാതുക്കൽ ജാഗരിച്ചും എന്റെ വാതിൽക്കട്ടളക്കൽ കാത്തും കൊണ്ട്. എപ്പോഴും ആ ഒരു ജാഗരിക്കുന്ന മടുത്തു പോകാത്തൊരു മനോഭാവം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ സമയത്തും മടുത്തു പോകാതെ കാത്തിരിക്കാൻ, ജാഗരിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ ചെയ്യുന്നിടത്ത് ഒരു ദിവസം കർത്താവ് വാതിൽ തുറക്കും. മടുക്കാതെ മുട്ടുന്ന ആൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ മടുത്തു പോയാൽ പോയി. സാത്താൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മളെ മടുപ്പിക്കാനായിട്ടാണ്, നിരാശപ്പെടുത്താനായിട്ടാണ്, അവിശ്വാസം കൊണ്ടുവരാനായിട്ടാണ്, സംശയം കൊണ്ടുവരാനായിട്ടാണ്. പക്ഷെ കർത്താവ് നമ്മളെ ശോധന ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥ ആവശ്യക്കാരനാണോ, നമ്മളിതിനെ വിലമതിക്കുന്ന ആളാണോ എന്നറിയാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കും. അവിടെ നമ്മൾ ജാഗരിച്ചുകൊണ്ട് ആ വാതിൽക്കട്ടിലേക്ക് നിന്ന് മാറിപ്പോകാതെ എപ്പം കതക് തുറക്കുന്നോ അപ്പം നമ്മളെ കാണത്തക്കവണ്ണം ആ കർത്താവിന് വേണ്ടി ജാഗരിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തീയതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിരിക്കും. ദൈവം അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നേ. അതുകൊണ്ട് സൗരസ്വരന്മാരെ നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം, മടുത്തു പോകാതിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹമുള്ള പിതാവിനെ കൊണ്ട് കരുണ തോന്നണം. അടികളെ വിളിച്ചിരിക്കുന്ന ഉന്നത വിളിക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, മടുത്തു പോകാതെ അവിടുത്തെ മുഖത്തേക്ക് നിരന്തരമായി നോക്കിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ആത്മാവിനാൽ അടികളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അടികളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ,